ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. എല്ലാ ദിവസവും സ്ഥിരമായി ക്ഷേത്ര ദർശനം നടത്തിയിട്ടും സ്ഥിരമായി പ്രാർത്ഥിച്ചിട്ടും വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടും പൂജകൾ ചെയ്തിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന് ചില കാരണങ്ങളുണ്ട്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ദൈവവുമായുള്ള നിങ്ങളുടെ ആ ഒരു അന്തരം കുറഞ്ഞിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതായിരിക്കും. അതിനാദ്യമായി പിതൃദോഷം മാറ്റണം. അതിന് പിതൃപൂജ ചെയ്യാവുന്നതാണ്. അതുപോലെ കർക്കിടക വാവ് ബലി, മരിച്ചവരെ സ്മരിക്കുക, ഇത് ചെയ്യുക. അടുത്തത് നാഗപ്രീതി നേടേണ്ട അത്യാവശ്യമാണ്. കാരണം നാഗദോഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. അതിന് മണ്ണാർശാല, വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം, ഈ അമ്പലങ്ങളിലെല്ലാം പോയി തക്കതായ നാഗപ്രീതി വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. പുറ്റുമൊട്ടയും സമർപ്പിക്കാം, 100 പാലും ചെയ്യാവുന്നതാണ്. അടുത്തതായി പരദേവതാ ദോഷം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാവുന്നതാണ്. നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പരദേവതകളെ സ്മരിച്ചാൽ മാത്രം പോരാ, ഇടയ്ക്ക് കുടുംബക്ഷേത്രത്തിൽ പോകുക തന്നെ വേണം. തക്കതായ യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കാം, അർച്ചന, അങ്ങനെയുള്ള കാര്യങ്ങൾ പരദേവതാ കടാക്ഷം കിട്ടാൻ നല്ലതാണ്. അവസാനമായി വാസ്തുദോഷമുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. വാസ്തുദോഷം, നിങ്ങളുടെ വീട് നല്ല വാസ്തുപരമായി ആണോ വെച്ചേക്കുന്നത്? ആരെങ്കിലും വാസ്തുദോഷമുണ്ടെങ്കിൽ നോക്കി പരിഹരിക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായും ദൈവത്തിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലം കിട്ടുന്നതുമാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.